ഫ്രാൻസിസ് പാപ്പായുടെ ഇടപെടലിൽ 553 തടവുകാരെ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ക്യൂബൻ സർക്കാർ. 2025 ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ ക്യൂബൻ സർക്കാർ എടുത്ത തീരുമാനത്തിൽ വത്തിക്കാൻ സന്തോഷം പ്രകടിപ്പിച്ചു. 2025 ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ 553 പേർക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയാസ്-കാനൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് കത്തയച്ചു. 2024 ഡിസംബർ 24 വത്തിക്കാനിൽ ആരംഭിച്ച പ്രത്യാശയുടെ 2025 ജൂബിലി വർഷത്തിൽ തടവുകാരെ മോചിപ്പിക്കാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനത്തെ പരാമർശിക്കുന്നതാണ് ക്യൂബയുടെ പ്രസ്താവന. നേരത്തെ 2025 ജൂബിലി വർഷം പ്രഖ്യാപിച്ചുള്ള സ്പേസ് നോൺ കോൺഫൂണ്ടിഡ് എന്ന ഔദ്യോഗിക രേഖയിൽ വ്യക്തികളെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് പ്രത്യാശ, പൊതുമാപ്പ് എന്നിവ സർക്കാരുകൾ ഏറ്റെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. വത്തിക്കാൻ ഭരണകൂടവുമായുള്ള സുഗമമായ ബന്ധത്തിൻ്റെ ഭാഗമായി ക്യൂബൻ ഗവൺമെൻറ് ഫ്രാൻസിസ് പാപ്പായുമായും വത്തിക്കാൻ പ്രതിനിധികളുമായും അടുത്തിടെ ആശയവിനിമയം നടത്തിയിരുന്നു. 1998 വിശുദ്ധ ജോൺ പോൾ II നടത്തിയ ചരിത്രപരമായ ക്യൂബൻ സന്ദർശനത്തിന് 1/4 നൂറ്റാണ്ട് തികഞ്ഞ വേളയിൽ 2023 ജൂണിൽ ഡയാസ്-കാനലും ഫ്രാൻസിസ് പാപ്പായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2023-24 കാലയളവിൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട 10,000-ലധികം പേരെ മോചിപ്പിക്കാൻ ഈ കൂടിക്കാഴ്ച കാരണമായി. 2022 ഓഗസ്റ്റിൽ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പരില്ലയും വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പായെ സന്ദർശിച്ചിരുന്നു.